നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ നിരോധിക്കണമെന്ന് G7 ഉച്ചകോടിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. സായുധ പോരാട്ടങ്ങൾ ദുരന്തമാകുന്നതിന്റെ വെളിച്ചത്തിൽ നിർമ്മിത ബുദ്ധി നിയന്ത്രിക്കുന്ന ആയുധങ്ങൾ വികസിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും സംബന്ധിച്ച് പുനർചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചെന്നും അവ പൂർണ്ണമായും നിരോധിക്കണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. മനുഷ്യജീവനെ എടുക്കാൻ ഒരിക്കലും ഒരു യന്ത്രത്തെ നിയോഗിക്കരുതെന്നും നിർമ്മിത ബുദ്ധി ഒരേ സമയം ആവേശവും ഭീഷണിയും ഉയർത്തുന്ന സംഗതിയാണെന്നും മാർപ്പാപ്പ പറഞ്ഞു. സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് മനുഷ്യരിൽ നിന്ന് എടുത്തുമാറ്റി പകരം യന്ത്രങ്ങളെ ആശ്രയിക്കുന്നത് ആശയറ്റ ഭാവിയിലേക്കുള്ള മനുഷ്യരാശിയുടെ യാത്രയാകുമെന്നും അതിനാൽ ഈ നീക്കത്തെ നാം അപലപിക്കണമെന്നും മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടി. നിർമ്മിത ബുദ്ധി ഉപയോഗത്തിന്റെ നൈതികതയെക്കുറിച്ചുള്ള ചർച്ചയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഭാഗമായത്. ഇതാദ്യമായാണ് ഒരു മാർപ്പാപ്പ G7 ഉച്ചകോടിയുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നതും നിലപാട് വ്യക്തമാക്കുന്നതും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെത്തി. 3ാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷമുള്ള മോദിയുടെ ആദ്യ വിദേശ യാത്രയാണിത്. G7 ഉച്ചകോടിയിൽ ഇറ്റലിയുടെ ക്ഷണം സ്വീകരിച്ചാണ് ഇന്ത്യ പങ്കെടുക്കുന്നത്.